ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. ഇത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡുകളൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റിലായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. അധ്യായം 291. നീലിമയെ കണ്ടു പിരിഞ്ഞതിന് ശേഷം പ്രിയങ്ക നേരെ ഓഫീസിലേക്കാണ് പോയത്. ആ സമയം സൂര്യ തന്റെ ജോലി തിരക്കിൽ മുഴുകിയിരിക്കുന്നത് അവൾ കണ്ടു. നീലിമയെ കണ്ടതിനെ പറ്റിയിട്ട് സൂര്യയോട് സംസാരിക്കണമെന്ന് അവൾ കരുതി. അതിനാൽ വേഗം തന്നെ അവൾ അവന്റെ അരികിലേക്ക് എത്തിയിരുന്നു. തന്റെ അരികിലെത്തിയ പ്രിയങ്കയെ കണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചു. ഓ, നീ ഇപ്പോഴെങ്കിലും ഒന്ന് വന്നല്ലോ. ഈ വർക്ക് ലോഡ് കാരണം എനിക്ക് നിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും സമയം കിട്ടിയെന്നില്ല. ഒന്ന് ഹെൽപ്പ് ചെയ്തേ, സൂര്യ പ്രിയങ്കയെ നോക്കി പറഞ്ഞു. അവൾ ഒന്നും മിണ്ടാതെ അവന്റെ മുന്നിലായി വന്നിരുന്നു. അത് കണ്ട് സൂര്യ ഒരല്പം സംശയത്തോടെ പ്രിയങ്കയെ നോക്കി. എന്താ പറ്റിയേ? നിന്റെ മുഖം എന്താ ഇങ്ങനെ വല്ലാതായിരിക്കുന്നത്? സൂര്യ അന്വേഷിച്ചു. ഞാൻ നീലിമ മാഡത്തെ കാണാൻ പോയതായിരുന്നു. എന്തോ അവരാകെ സ്ട്രേഞ്ച് ആയിട്ടാണ് പെരുമാറിയത്. നിങ്ങൾക്കറിയാമോ, അവർക്ക് എന്താണ് ആ ഭൈരവുമായിട്ടുള്ള നല്ല കണക്ഷൻ ഉണ്ട്. ഇത് കേട്ടിട്ട് എന്താ തോന്നുന്നത്? പ്രിയങ്ക സംശയത്തോടെ ചോദിച്ചു. സൂര്യ ഒരല്പം അമ്പരപ്പോടെ അവളെ ഒന്ന് നോക്കി. ഈ വാർത്ത അവന് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. വാട്ട്? നീ എന്തൊക്കെയാ ഈ പറയുന്നത്? അവൻ അതിശയത്തോടെ ചോദിച്ചു. ഞാൻ അതിനെക്കുറിച്ച് അവനോട് ചോദിച്ചതാണ്, പക്ഷേ അവരൊന്നും എന്നോട് പറഞ്ഞില്ല. നോക്കട്ടെ, മാഡത്തിനോട് ഞാനൊന്ന് സംസാരിച്ചു നോക്കാം, സൂര്യ പറഞ്ഞു. ഇരുവർക്കും നീലിമയെക്കുറിച്ച് ഒരുപോലെ തന്നെ ആശങ്കയുണ്ടായിരുന്നു. അവളെ വേദനിപ്പിക്കാൻ വിടാൻ അവർ ഒരുക്കമല്ലായിരുന്നു. എന്തായാലും മാഡം ഇപ്പോൾ ഒട്ടും ഹാപ്പിയല്ല. പ്രിയങ്ക നീലിമയുടെ വിഷാദം തങ്ങിയ മുഖം ഓർത്തുകൊണ്ട് പറഞ്ഞു. വിഷമിക്കാതിരിക്ക്, നമുക്ക് കാര്യങ്ങൾ ശരിയാക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കാം, സൂര്യ മറുപടി നൽകി. അത്രമാത്രമേ ഇരുവർക്കും കഴിയുമായിരുന്നുള്ളൂ. മറ്റൊരാളുടെ ജീവിതത്തിൽ ഇടപെടുന്നതിന് ഒരു പരിധിയുണ്ടല്ലോ. ഇരുവരും നീലിമയെ പറ്റി ചിന്തിച്ചുകൊണ്ട് തന്നെ അവരുടെ ജോലിയിൽ പതിയെ തിരക്കിലായി. അന്ന് രാത്രി നീലിമ റിസോർട്ടിലെ റൂമിൽ കിടക്കുകയായിരുന്നു. ഇന്നത്തെ ദിവസം മുഴുവൻ അലച്ചിലായതുകൊണ്ടായിരിക്കണം അവൾക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ടായിരുന്നു. രാത്രിയിൽ സുഖമായൊരുക്കം അവൾക്ക് കിട്ടിയിട്ടില്ല. ആരോ തന്നെ നിരീക്ഷിക്കുന്നത് പോലെ നീലിമക്ക് പലപ്പോഴും അനുഭവപ്പെട്ടു. അതുകൊണ്ട് തന്നെ ബെഡിൽ ചെറിയൊരു അനക്കമുണ്ടായപ്പോൾ തന്നെ അവൾ ഉണർന്നു. ഒപ്പം പരിചിതമായ ഒരു ഗന്ധം അവളുടെ മൂക്കിലേക്ക് തുളച്ചു കയറി. അവളിൽ ആ പഴയ ആവേശം നിറഞ്ഞു. അവൾ മെല്ലെ കണ്ണു തുറന്നു നോക്കി. തനിക്കരികിൽ ആരോ കിടക്കുന്നുണ്ട്. അത് സിദ്ധാർത്ഥാണെന്ന് ഒരു നിമിഷം കൊണ്ട് തന്നെ അവൾ മനസ്സിലാക്കി. അവൾ അനങ്ങാൻ പോലും ധൈര്യപ്പെടാതെ കണ്ണുകൾ ഇറുക്കി അടച്ചു. താൻ ഉണർന്നിരിക്കുന്ന കാര്യം അവൻ അറിയിക്കരുതെന്ന് നീലിമ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അറിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ വീട്ടിലേക്ക് പോവാൻ നിർബന്ധിക്കും. ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കാൻ അവൾ തീരുമാനിച്ചു. അവന്റെ കൈകൾ അവളെ ചുറ്റിപ്പിടിച്ചിരിക്കുന്നു. നീലിമ കണ്ണുകൾ ഇറക്കിയടച്ച് ശ്വാസം സ്വയം നിയന്ത്രിച്ചു. ആ സമയത്തൊക്കെ അവൾക്ക് അത്ഭുതം തോന്നിയിരുന്നു. ഇത്രയും ഒളിച്ചു നടന്നിട്ടും സിദ്ധാർത്ഥ് തന്നെ കണ്ടുപിടിച്ചല്ലോ. അല്ലെങ്കിലും സിദ്ധാർത്ഥിന്റെ കണ്ണിൽ നിന്നും അധിക നാൾ ഒളിച്ചിരിക്കാനൊന്നും തനിക്ക് കഴിയില്ല. അതെന്തുകൊണ്ടാണ് അന്ന് താൻ ചിന്തിക്കാതിരുന്നത്? അവളുടെ മനസ്സിൽ വല്ലാത്തൊരു വീർപ്പുമുട്ടൽ നിറഞ്ഞു. അധികം വൈകാതെ ഇവിടെ നിന്നു പോകണം, അല്ലെങ്കിൽ ഇത്ര നാൾ താൻ ചെയ്തതെല്ലാം തന്നെ വെറുതെയാവും. നീലിമയുടെ മനസ്സ് അസ്വസ്ഥമായി. സിദ്ധാർത്ഥ് ആണെങ്കിൽ നീലിമ ഉണർന്നു കിടക്കുന്നത് മനസ്സിലാക്കിയിരുന്നില്ല. അവൻ അവളെ മെല്ലെ കെട്ടിപ്പിടിച്ചു. അവന് സമാധാനവും സംതൃപ്തിയും തോന്നി. അശ്വിൻ ഇപ്പോൾ കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് ജോലി കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടാണ് വന്നത്. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവൻ നീലിമയെ നന്നായിട്ട് മിസ് ചെയ്തു. ഇപ്പോൾ അവളെ കൈക്കുള്ളിൽ കിട്ടിയപ്പോൾ അവന്റെ ഹൃദയത്തിലെ എല്ലാ ആശങ്കകളും അപ്രത്യക്ഷമായി. ഈ ഇടയായിട്ട് അവനും നല്ല അലച്ചിലാണ്. അതിനാൽ നീലിമയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. പക്ഷേ ആ രാത്രി നീലിമക്ക് ഒരല്പം പോലും ഉറങ്ങാൻ കഴിഞ്ഞില്ല. സിദ്ധാർത്ഥ് ഉറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ അവളുടെ മനസ്സൊന്ന് ശാന്തമായി. അവൾ അവന്റെ കൈക്കുള്ളിൽ അവനെ നോക്കി മുഖാമുഖം കിടന്നു. എന്നിട്ട് അവന്റെ മുഖത്തിലൂടെ കണ്ണുകൾ ഓടിച്ചു. അവൾ ശരിക്കും അവനെ ഒരുപാട് മിസ് ചെയ്തിരുന്നു. ഇപ്പോൾ അവളിൽ ഭയമുണ്ടായിരുന്നില്ല, മറിച്ച് ഒരാവേശം നിറഞ്ഞു. പഴയതുപോലെ അവനോട് പെരുമാറാൻ അവളുടെ മനസ്സ് കൊതിച്ചിരുന്നു. എങ്കിലും അവൾ സംയമനം പാലിച്ചു. അവൾ അവന്റെ നെഞ്ചോട് മുഖം ചേർത്തു വെച്ചു. അവന്റെ ഹൃദയതാളം ശ്രവിച്ച് ഉറങ്ങാതെ കിടന്നു. പുലർച്ചെ കറക്റ്റ് 5 മണിക്ക് തന്നെ സിദ്ധാർത്ഥ് ഉണർന്നിരുന്നു. നീലിമ അത് എളുപ്പം തന്നെ മനസ്സിലാക്കി. അവൾ കിടക്കയിൽ നിന്നും ഉറക്കം നടിച്ച് സിദ്ധാർത്ഥ് എഴുന്നേൽക്കും മുൻപേ താൻ മൃദുവായി ആലിംഗനം ചെയ്യുന്നത് അവൾ അറിഞ്ഞിരുന്നു. അവന്റെ ചലനത്തിൽ വളരെ സൂക്ഷ്മത നിറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവൻ വന്നിട്ടും അവൾ ഉണരാതെ പോയത്. അവൾ അങ്ങനെ ചിന്തിച്ച ശേഷം സിദ്ധാർത്ഥ് അവിടെ ചുംബിച്ചു. മൃദുവായ ഒരു ചുംബനമായിരുന്നു അത്. പക്ഷേ അത് നീലിമയുടെ മനസ്സിൽ വികാരത്തിന്റെ അലയൊളികൾ തീർത്തു. അവൾ കണ്ണു തുറക്കും മുൻപേ സിദ്ധാർത്ഥ് അവിടെ നിന്നും ഉറങ്ങിപ്പോയി.
നീലിമക്ക് അവന്റെ പിന്നാലെ ഓടിപ്പോവാൻ തോന്നിയിരുന്നു. എങ്കിലും അവൾ സ്വയം നിയന്ത്രിച്ചു. മുറിയിലും ബെഡിലും എല്ലാം തന്നെ അവന്റെ ഗന്ധം നിറഞ്ഞു നിൽക്കുന്നത് അവൾക്ക് അനുഭവപ്പെട്ടു. അവൾ ആ ഗന്ധം ആഞ്ഞു ശ്വസിച്ചുകൊണ്ട് തന്നെ മുഖം അമർത്തി. പതിയെ അവൾ ഉറങ്ങിപ്പോയി. അന്ന് നല്ല പോലെ വൈകിട്ടാണ് നീലിമ ഉണർന്നത്. അവളുടെ മനസ്സിന് നല്ല സുഖം തോന്നി. ഇന്നലെ രാത്രി സംഭവിച്ചതിനെക്കുറിച്ച് അവൾ വീണ്ടും വീണ്ടും ചിന്തിച്ചു. അതൊരു സ്വപ്നമല്ലെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അവൾ കണ്ണുകൾ അടച്ച സിദ്ധാർത്ഥിന്റെ മുഖം അവളുടെ മുന്നിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അവൾക്ക് അവരുടെ ആ ഒരു പഴയ ജീവിതം ഓർമ്മ വന്നു. ഈ നിമിഷം സിദ്ധാർത്ഥിനൊപ്പം വീണ്ടും ജീവിച്ചു തുടങ്ങാൻ അവളിൽ മോഹം നിറഞ്ഞു. അതോടെ നീലിമ ഞെട്ടി കണ്ണുകൾ തുറന്നു. ഇല്ല, എനിക്കതിനൊരിക്കലും കഴിയില്ല, അവൾ സ്വയം പിറുപിറുത്തു. പിന്നെ വേഗത്തിൽ ബാത്റൂമിൽ പോയി ഫ്രഷ് ആയി. കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തന്നെ അവൾ പാക്ക് ചെയ്തു. അതിനിടയിൽ നീലിമ ഭൈരവിനെ വിളിക്കാൻ മറന്നില്ല. എനിക്ക് നിങ്ങളുടെ ഒരു സഹായം ആവശ്യമുണ്ട്. മറുവശത്ത് അവൻ ഫോൺ എടുത്തതും നീലിമ തിടുക്കത്തിൽ പറഞ്ഞു. പക്ഷേ ഭൈരവിന്റെ സൈഡിൽ നിന്നും ഇപ്രാവശ്യം ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവനിപ്പോ ഇത് ശീലമായല്ലോ. മറിച്ച് അവൻ പതിയെ ചിരിക്കുന്നത് നീലിമ കേട്ടു. നീ എന്തിനാ ഭൈരവ് ചിരിക്കുന്നത്? സഹായിക്കാൻ പറ്റുമെങ്കിൽ പറ്റുമെന്ന് പറ. അവൾ ഒരല്പം ദേഷ്യത്തിൽ പറഞ്ഞു. ഓ, അതിനെന്തിനാ, സഹായിക്കാലോ. പക്ഷേ നീ എനിക്കൊരു പ്രത്യുപകാരം ചെയ്യേണ്ടി വരും. പക്ഷേ നീലിമ ഒരല്പം ദേഷ്യത്തിലായി. എന്താന്നാവോ? അവൾ അനിഷ്ടത്തോടെ അവന്റെ അതേ താളത്തിൽ തന്നെ ചോദിച്ചു. നീ എനിക്കൊപ്പം ഒരു ഷോപ്പിങ്ങിന് വരണം, പറ്റുമോ? അവൻ ചോദിച്ചതും അവളിൽ ആശ്വാസം നിറഞ്ഞു. ഓ, ഇതാണോ? നീലിമ നിസ്സാരമായി ചോദിച്ചു. എങ്കിലും അവളുടെ മനസ്സിലൊരു കൺഫ്യൂഷൻ നിറഞ്ഞിരുന്നു. ഭൈരവിനെ പോലെ ഒരാൾ തന്നെ എന്തിനാണ് ഷോപ്പിങ്ങിനൊക്കെ വിളിക്കുന്നത്? അവൾ അത്ഭുതപ്പെട്ടു. ആ, അത് തന്നെ. എന്റെ കൂടെ നീ ഷോപ്പിങ്ങിന് വന്നാൽ നിന്നെ ഞാൻ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റാം, അവൻ പറഞ്ഞു. ശരി, ഞാൻ വരാം. അത്രയും പറഞ്ഞ് നീലിമ ഫോൺ വെച്ചു. അവൾക്ക് അവന് വിശ്വാസമുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭൈരവ് അവളെ ഷോപ്പിങ്ങിന് കൂട്ടാൻ വേണ്ടി വന്നിരുന്നു. മുന്നോട്ടുള്ള യാത്രയിൽ അവൻ അശ്വിന്റെ ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അധികം വൈകാതെ തന്നെ അവർ ഷോപ്പിംഗ് മാളിലെത്തി. ആദ്യം തന്നെ ഒരു ജ്വല്ലറിയിലേക്കാണ് ഇരുവരും കയറിയത്. നീലിമ വെറുതെ അവിടെയുള്ള സിമ്പിൾ കളക്ഷൻസ് ഒക്കെ നോക്കി നിന്നു. അതിനിടയിൽ ഭൈരവ് അവൾക്കൊരു ബ്രേസ്ലെറ്റ് എടുത്തു കൊടുത്തു. അവളുടെ കയ്യിൽ ചേർത്ത് വെച്ചിരുന്നു. ഇതെങ്ങനെയുണ്ട്? നിന്റെ അഭിപ്രായം പറ, ഭൈരവ് വളരെ സൗമ്യമായി ചോദിച്ചു. ഒപ്പം അത് അവളുടെ കയ്യിൽ ഇട്ട് കൊടുത്തു. നല്ലതാണ്, പക്ഷേ എനിക്കിതൊന്നും ആവശ്യമില്ല, നീലിമ അസ്വസ്ഥതയോടെ പറഞ്ഞു. ആവശ്യത്തിലധികം സഹായങ്ങൾ ഇപ്പോൾ തന്നെ അവനിൽ നിന്നും അവൾ കൈപ്പറ്റുന്നുണ്ട്. അതിനിടയിൽ ഇങ്ങനെയുള്ള സമ്മാനങ്ങളൊന്നും തന്നെ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. എന്തുപറ്റി, കുറഞ്ഞു പോയോ? ഇതിനേക്കാൾ മികച്ചത് നിനക്ക് മുൻപ് കിട്ടിയിട്ടുണ്ടോ? അതുകൊണ്ടാണോ നീ ഈ സമ്മാനം തീരെ ചെറുതായി പോയി? അതുകൊണ്ടാണോ നീ ഉദ്ദേശിച്ചത്? അവൻ ചോദിച്ചതോടുകൂടെ തന്നെ നീലിമ അതിശയത്തോടെ ഭൈരവിനെ നോക്കി. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, അവൾ അസ്വസ്ഥതയോടെ മറുപടി പറഞ്ഞു. അതോടെ ഭൈരവ് ആ ഒരു ബ്രേസ്ലെറ്റ് പാക്ക് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ശരിക്കും നീലിമക്ക് അത് നന്നായിട്ട് ഇഷ്ടമായിരുന്നു. പക്ഷേ അവനിൽ നിന്നും അങ്ങനെ ഒരു ഗിഫ്റ്റ് കൈപ്പറ്റാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. എങ്കിലും ഭൈരവിനെ വെറുപ്പിക്കേണ്ടെന്ന് അവൾ കരുതി. ഇപ്പോൾ അവനെ കൂടെ നിർത്തേണ്ടത് അവളുടെ ആവശ്യമാണ്. നീലിമ, നിനക്ക് മറ്റെന്തെങ്കിലും ഇഷ്ടമായാൽ എന്നോട് പറയണം. നിന്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല, ഭൈരവ് വീണ്ടും ആഭരണങ്ങളോടെ കണ്ണോടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. നീലിമയ്ക്ക് ശരിക്കും അവന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് അറിയാതെ കുഴങ്ങി. എങ്കിലും അവൾ തൽക്കാലം എല്ലാം അവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. ഇയാൾക്ക് പറ്റിയ കുറച്ച് ഓർണമെന്റ്സ് കൊണ്ടുവരൂ, ഭൈരവ് ഒരു പുഞ്ചിരിയോടെ സെയിൽസ്മാനെ നോക്കി പറഞ്ഞു. താമസിയാതെ വളരെ അപൂർവമായതും വിലകൂടിയതുമായ നിരവധി ആഭരണങ്ങൾ നീലിമയ്ക്ക് മുൻപിൽ നിരത്തി വച്ചു. അവൾ അതെല്ലാം കണ്ട് അമ്പരന്നു. പക്ഷേ ശരിക്കും ഇതൊന്നും ആസ്വദിക്കാനുള്ള മാനസികാവസ്ഥ അവൾക്കില്ലായിരുന്നു. അവൾ ഭൈരവിന്റെ പ്രവൃത്തി കണ്ട് ആശങ്കപ്പെട്ടു. എങ്കിലും കൂട്ടത്തിൽ ഏറ്റവും ചെറിയതൊന്ന് അവൾ കയ്യിലെടുത്തു. ഇത് മതി, നീലിമ പറഞ്ഞു. ഭൈരവ് ഒന്നും പറഞ്ഞില്ല. നീലിമ മേഡം, പെട്ടെന്നാണ് അവൾ പരിചിതമായൊരു ശബ്ദം കേട്ടത്. അവൾ തിരിഞ്ഞു നോക്കി. അത് പ്രിയങ്കയും സൂര്യയുമായിരുന്നു. അമിതമായി ജോലി ചെയ്തു മടുത്തപ്പോൾ ഇരുവരും വെറുതെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. കൂടാതെ പ്രിയങ്ക സൂര്യയെ നന്നായിട്ട് ജോലിയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണമെന്ന് അവൻ കരുതിയിരുന്നു. അങ്ങനെയാണ് അവർ ആ മാളിലെത്തിയത്. പ്രിയങ്കയ്ക്ക് ഒരു ഡയമണ്ട് മൂക്കുകുത്തി നോക്കണമെന്ന് പറഞ്ഞിരുന്നു. അതിനുവേണ്ടി ജ്വല്ലറിയിലേക്ക് കയറിയപ്പോഴാണ് അവർ നീലിമയെ കണ്ടത്. നിങ്ങളൊരു ഷോപ്പിങ്ങിന് വന്നതാണോ? നീലിമ സമ്മിശ്ര വികാരങ്ങളോടെ അവരെ നോക്കി ചോദിച്ചു. അതെ, ഇത് വളരെ ആകസ്മികമായി പോയല്ലോ, പ്രിയങ്ക പുഞ്ചിരിയോടെ പറഞ്ഞു. ഒപ്പം അവൾ ഭൈരവിനെ കാണുകയും ചെയ്തു. പ്രിയങ്കയ്ക്ക് ശരിക്കും അമ്പരപ്പ് തോന്നി. ഇന്ന് തന്നെ ഉച്ചക്ക് കണ്ടുപിരിഞ്ഞതല്ലേയുള്ളൂ. വീണ്ടും ഭൈരവുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഭൈരവിലേക്കുള്ള പ്രിയങ്കയുടെ നോട്ടം നീലിമ ശ്രദ്ധിച്ചു. നിങ്ങളും ഗോൾഡ് വാങ്ങിക്കാൻ വന്നതാണോ? പ്രിയങ്ക ഭൈരവിനെ നോക്കി ചോദിച്ചു. അത് പിന്നെ, ഞാനും നീലിമയും ഇവിടെ വെച്ച് കണ്ടതാണ്. എല്ലാവരും ഒരുമിച്ച് മീറ്റ് ചെയ്ത സ്ഥിതിക്ക്
നമുക്കൊരു കോഫി കുടിച്ചാലോ? ചെറിയൊരു പുഞ്ചിരിയോടുകൂടെ തന്നെ ഭൈരവ് ചോദിച്ചു. അവർക്കത് സമ്മതിക്കുകയല്ലാതെ തരമില്ലായിരുന്നു. 4 പേര് മോളിലെ കഫേ ലക്ഷ്യമാക്കി നടന്നു. പലരും അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, പ്രത്യേകിച്ച് സൂര്യയെ. പലരും ആവേശത്തോടെ അവന്റെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. നീലിമയ്ക്ക് നല്ല അസ്വസ്ഥത തോന്നി. അവൾ പരമാവധി മുഖം കുനിച്ച് മുന്നോട്ട് നടന്നു. കഫേയിലധികം തിരക്കില്ലാതെ ഒരിടത്താണ് 4 പേരും സ്ഥാനം പിടിച്ചത്. സൂര്യക്ക് ഭൈരവിനെ നല്ല പരിചയമുണ്ട്. ഭൈരവിന് സിദ്ധാർത്ഥിനോടുള്ള വൈരാഗ്യത്തെ പറ്റിയിട്ടും സൂര്യക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ സൂര്യ അവനോട് സംസാരിക്കാൻ മടിച്ചു. പക്ഷേ നീലിമയും പ്രിയങ്കയും നല്ല സംസാരത്തിലായിരുന്നു. അതിനിടയിൽ നീലിമ ഭൈരവിന് വാങ്ങിയ ബ്രേസ്ലെറ്റ് പ്രിയങ്കയെ കാണിച്ചു. ഞാൻ കുറച്ച് ആഭരണങ്ങൾ എടുക്കാൻ വന്നതാണ്, നീലിമ പറഞ്ഞു. പ്രിയങ്കയുടെ കണ്ണുകൾ ആ മനോഹരമായ ആഭരണത്തിലായിരുന്നു. ഈ ആഭരണം ഭൈരവ് മാഡത്തിന് സമ്മാനിച്ചതാകുമോ? ഇവിടെ വെച്ച് യാദൃശ്ചികമായി കണ്ടുമുട്ടിയതാണെന്ന് ഭൈരവ് പറഞ്ഞത് കള്ളമായിരിക്കുമോ? ചിലപ്പോൾ അവർ ഒരുമിച്ച് വന്നതാണെങ്കിലോ? പ്രിയങ്കയുടെ മനസ്സിൽ അങ്ങനെ 100 കൂട്ടം ചിന്തകൾ ഓടി നടന്നു. ഒപ്പം അവൾ അത്ഭുതത്തോടെ സൂര്യയെ നോക്കി. ഇരുവരും കണ്ണുകൾ കൊണ്ട് സംസാരിച്ചു. അത് ഭൈരവ് ശ്രദ്ധിച്ചിരുന്നു. അവനിൽ ഒരു പുച്ഛം നിറഞ്ഞു. എങ്കിലും അതവൻ പുറത്തേക്ക് പ്രകടിപ്പിച്ചില്ല. ഈ ജ്വല്ലറി കാര്യത്തിൽ നീലിമയുടെ ടേസ്റ്റ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. പ്രിയങ്കക്ക് വല്ല ഐഡിയ ഉണ്ടോ? പെട്ടെന്നാണ് ഭൈരവ് ചോദിച്ചത്. അത് കേട്ട് അവൾക്ക് ചമ്മൽ തോന്നി. ആക്ച്വലി ഞാൻ മാഡത്തിന്റെ അസിസ്റ്റന്റ് ആയിരുന്നുവെങ്കിലും ഇതിനെ പറ്റിയിട്ട് എനിക്കൊന്നും തന്നെ വലിയ ഐഡിയ ഇല്ല. പക്ഷേ മാഡത്തിന് കുഴപ്പമില്ലെങ്കിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. പ്രിയങ്ക സംശയത്തോടെ ഭൈരവിനെയും നീലിമയും മാറി മാറി നോക്കി. നീ എന്തായാലും പറഞ്ഞോ, ഞാൻ അപ്പോഴേക്കും ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. നീലിമ അതും പറഞ്ഞ് എഴുന്നേറ്റ് അവിടെ നിന്ന് പോയി. ഇടക്ക് സൂര്യയും എന്തോ ഒരു ഒഴിവ് കഴിവ് പറഞ്ഞ് ഭൈരവിനെയും പ്രിയങ്കയും തനിച്ചു വിട്ടിട്ട് അവിടെ നിന്നു മാറി. ഭൈരവും പ്രിയങ്കയും ടേബിളിന്റെ ഇരുവശത്തായി ഇരിക്കുകയാണ്. അവർക്കിടയിൽ ഒരു സുഖമില്ലാത്ത അന്തരീക്ഷം നിറഞ്ഞു നിന്നു. ഭൈരവ് സർ, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. സിദ്ധാർത്ഥും നിങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളിലേക്ക് എന്തിനാ നീലിമ മാഡത്തെ വലിച്ചഴിച്ചത്? ഇത് ശരിക്കും അവരോട് ചെയ്യുന്ന ദ്രോഹമല്ലേ? പ്രിയങ്ക പതിയെ ഒരു സംസാരത്തിന് തുടക്കമിട്ടു. ഞാനും നീലിമയും ഇപ്പോൾ ഒരുമിച്ചാണ്. അതിനിപ്പോ ആർക്കാ ഇത്ര വിഷമം? ഒരു പുഞ്ചിരിയോടെ തന്നെ ഭൈരവ് പ്രതികരിച്ചു. പ്രിയങ്ക എന്നാൽ ഒരിക്കലും അത് വിശ്വസിച്ചിരുന്നില്ല. മുന്നിലിരിക്കുന്നവൻ ഒരു കൗശലക്കാരനായ കുറുക്കനാണെന്ന് അവൾക്ക് തോന്നി. നോ വേ, ഇതൊരിക്കലും ഞാൻ വിശ്വസിക്കില്ല, പ്രിയങ്ക പറഞ്ഞു. അത് സാരമില്ല, എനിക്ക് തന്നെ വിശ്വസിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. വേണമെങ്കിൽ വിശ്വസിച്ചോ, വേണ്ടെങ്കിൽ വേണ്ട. അവൻ നിസാരമായി മറുപടി നൽകി. അവന്റെ അലക്ഷ്യമായ മറുപടി കേട്ടിട്ട് പ്രിയങ്കയ്ക്ക് ശരിക്കും ദേഷ്യം വന്നു. നിങ്ങൾ കാരണം ഒരിക്കലും മാഡം സങ്കടപ്പെടേണ്ടി വരരുത്. അത് നല്ലതിനാവില്ല. അവൾ ഒരു മുന്നറിയിപ്പ് പോലെ ഭൈരവിന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. ഓ താങ്ക്സ് ഫോർ ദ വാണിംഗ്. അവൻ പ്രിയങ്കയെ നോക്കി പരിഹസിച്ചു. സാധാരണ മറ്റൊരാൾ ഭീഷണിപ്പെടുത്തുന്നത് അവന് ഇഷ്ടമില്ലാത്തതാണ്. പക്ഷേ ഇവിടെ പ്രിയങ്കയോട് ഒന്നും പറയരുതെന്ന് അവൻ തീരുമാനിച്ചിരുന്നു. അവൻ നിശബ്ദനായി കാപ്പി കുടിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു. ഇതേ സമയം നീലിമ വാഷ്റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. അപ്പോഴാണ് അവൾ കോറിഡോറിൽ സൂര്യ നിൽക്കുന്നത് കണ്ടത്. അവന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞിരുന്നു. ഇപ്പോൾ അവന് മനസ്സിലാക്കാൻ കഴിയാത്ത കുറെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടായിരുന്നു അവിടെ. അതിനെക്കുറിച്ച് നീലിമയോട് പേഴ്സണലി സംസാരിക്കാൻ അവൻ ആഗ്രഹിച്ചു. നീലിമ അവന്റെ ബോസാണ്. അതുപോലെ ഇരുവരും നല്ല സുഹൃത്തുക്കളാണ്. സൂര്യ അവളെ സഹോദരിക്ക് തുല്യമായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് യാഥാർത്ഥ്യത്തെക്കുറിച്ച് അവളോട് ചോദിക്കാൻ സൂര്യക്ക് മടി തോന്നിയില്ല. നീ എന്താ ഇവിടെ? നീലിമ അവനെ നോക്കി ചോദിച്ചു. അതിന് മറുപടിയായി സൂര്യ അവളെ കൊണ്ട് കുറച്ച് മാറ്റി നിർത്തി. ഇനി പറ, എന്താ ഇവിടെ സംഭവിക്കുന്നത്? മാഡത്തിനെ ഭൈരവിനൊപ്പം കണ്ട കാര്യം പ്രിയങ്ക എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ അത് വിശ്വസിച്ചിരുന്നില്ല. മാഡത്തിന് ഭൈരവുമായിട്ട് എന്താ ബന്ധം? അയാൾ ശരിയല്ല മാഡം. നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലേ? സൂര്യ ആശങ്കയോടെ അവളെ നോക്കി ചോദിച്ചു. സൂര്യ, എന്നോട് ഇതിനെ പറ്റിയിട്ട് ഇപ്പോൾ ഒന്നും ചോദിക്കരുത്. ഞാൻ പിന്നെ ഒരിക്കൽ നിന്നോട് എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പറഞ്ഞു തരാം. നീലിമ നിസ്സഹായതോടെ തന്നെ അവനെ നോക്കി പറഞ്ഞു. മാഡം, നിങ്ങൾ ഭൈരവുമായിട്ട് റിലേഷൻഷിപ്പിലാണോ? സിദ്ധാർത്ഥ് സാറിന് എന്തു പറ്റി? അദ്ദേഹം വേറെ വിവാഹം കഴിക്കാൻ പോകുകയാണെന്നറിഞ്ഞല്ലോ. അതിനെ പറ്റിയിട്ട് എനിക്കറിയണം, സൂര്യ പറഞ്ഞു. പ്ലീസ് സൂര്യ, അതിനും മറുപടി നൽകാൻ അവൾ സമ്മതമില്ലാത്തതുപോലെ അപേക്ഷിച്ചു. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒന്നും ഉണ്ടായിരുന്നില്ലേ? വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ നിർവികാരതയോടെ സൂര്യ ചോദിച്ചു. ഞങ്ങൾ ഇനി ഒരിക്കലും ഒന്നിച്ച് ജീവിക്കില്ല സൂര്യ, അവൾ ശക്തമായ സ്വരത്തിൽ പറഞ്ഞു. ഒപ്പം അവനെ വിട്ട് മുന്നോട്ട് നടന്നു. സൂര്യക്ക് അവളെ ഓർത്ത് നല്ല വിഷമവും ആശങ്കയും തോന്നി. പക്ഷേ നിശബ്ദനായി നോക്കി നിൽക്കാൻ മാത്രമേ അവന് കഴിഞ്ഞുള്ളൂ. അതിനിടയിലാണ് നീലിമയെ തിരഞ്ഞുകൊണ്ട് തന്നെ ഭൈരവ് അങ്ങോട്ടേക്ക് വന്നത്. അവളോട് അവൻ എന്തോ സംസാരിക്കുന്നുണ്ട്. മുന്നോട്ട് നടക്കുന്നതിനിടയിൽ ഭൈരവിന്റെ കണ്ണുകൾ സൂര്യയിൽ എത്തി നിന്നു. ആ സമയം ഭൈരവിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. എന്തൊക്കെയോ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ഭൈരവ് ഒരു കള്ളപ്പുഞ്ചിരിയോടിങ്ങനെ നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിതാ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വീഡിയോ കണ്ടതിന് ശേഷം ഒരു ലൈക്കും ഹൈപ്പും തന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.